നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് കനിഹ. വിവാഹത്തിനു മുൻപും ശേഷവും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കുടുംബത്തിനും കരിയറിനും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ കനിഹ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത്. ശ്രീലങ്കയിൽ ഓട്ടോ ഓടിക്കുന്ന വീഡിയോയാണ് കനിഹ പങ്കുവച്ചിരിക്കുന്നത്. ശ്രീലങ്കയിൽ എത്തിയപ്പോൾ താൻ ഓട്ടോ ഓടിക്കാൻ പഠിച്ചതിനെ കുറിച്ചും കയ്യിൽ അറിയാവുന്ന ഒരു തൊഴിലുണ്ടെന്നും കനിഹ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. കൈവശം ഒരു തൊഴിലുണ്ട്, ഓട്ടോ ഓടിക്കാൻ പഠിക്കുന്നത് എന്ത് രസമാണ് എന്നാണ് കനിഹ വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരിക്കുന്നത്. ശ്രീലങ്കയിലെ യാത്രയ്ക്കായി റെന്റിനെടുത്ത ഓട്ടോയാണിത് എന്നും കനിഹ ക്യാപ്ഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കനിഹ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. സിനിമ ഇല്ലെങ്കിലും ഓട്ടോയോടിച്ച് ജീവിക്കാമല്ലോ, ശ്രീലങ്കയിലായത് നന്നായി, കേരളത്തിൽ എങ്ങാനും ആയിരുന്നേൽ കാണാമായിരുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം അടുത്തിടെ ഉണ്ടായ ചെന്നൈ പ്രളയത്തിൽ നടി അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയിരുന്നു. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലെങ്കിലും ഇവിടെ നിന്നും ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കനിഹയുടെ പോസ്റ്റ് ശ്രദ്ധ നേടുകയും വിശാൽ, ആമീർ ഖാൻ എന്നിവർക്കൊപ്പം നടിയെയും രക്ഷാപ്രവർത്തകർ എത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇടക്കാലത്ത് വിവാഹവും കുഞ്ഞിന്റെ ജനനവും ഒക്കെയായി ചെറിയ ഇടവേള എടുത്തെങ്കിലും തിരിച്ചുവരവിൽ നായിക പ്രാധാന്യമുള്ള മികച്ച വേഷങ്ങൾ കനിഹയ്ക്ക് ലഭിച്ചു. സിനിമയ്ക്ക് പുറമെ മിനിസ്ക്രീനിലും തിളങ്ങി നിൽക്കുകയാണ് കനിഹ ഇപ്പോൾ. തമിഴിൽ എതിർനീച്ചൽ എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം. കുടുംബ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പര സൺ ടിവിയിലാണ് സംപ്രേഷണം ചെയ്യുന്നത്. അതേസമയം കരിയറിൽ വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കനിഹയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ജനിച്ചപ്പോൾ മകനുണ്ടായിരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അമ്മ അർബുദബാധിത ആയതുമൊക്കെ കനിഹയെ തളർത്തു കളഞ്ഞ സംഭവങ്ങളാണ്. ഇതിൽ മകന്റെ അസുഖം തന്നെ തളർത്തിയതിനെ കുറിച്ചും അവന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചുമൊക്കെ കനിഹ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സെൻസിറ്റീവായ വ്യക്തിയാണ്. എൻ്റെ വികാരങ്ങൾ ഞാൻ അത്ര പെട്ടെന്ന് ആരെയും കാണിക്കാറില്ല. പലർക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഭാരം കുറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ആ പ്രശ്നം എൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഭേദമാകും. ഞാൻ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാട്ട് വെച്ച് കാറിലിരുന്ന് കരയും. എനിക്കത് ശരിക്കും ഇഷ്ടമാണ്. അങ്ങനെ ചെയ്താൽ എന്തെന്നില്ലാത്ത ഒരു ശക്തി എനിക്ക് തോന്നും. ചികിത്സയ്ക്കിടെ അമ്മ അനുഭവിക്കുന്ന വേദന കണ്ട് ഞാൻ തകർന്നുപോയി. സുരക്ഷ മുൻനിർത്തി അമ്മയുടെ സ്ഥാനങ്ങൾ മുറിച്ചു മാറ്റി. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ആ സമയങ്ങളെ നേരിട്ടു എന്നും കനിഹ പറഞ്ഞിരുന്നു. അതേസമയം അഭിനേത്രി എന്നതിലുപരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പിന്നണി ഗായിക, TV അവതാരക എന്നീ മേഖലകളിലും കനിഹ തിളങ്ങിയിരുന്നു. 2002 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം 5 സ്റ്റാറിലൂടെയാണ് നടി സിനിമാ രംഗത്തേക്ക് എത്തിയത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായ ശിവാജി, ദളപതി വിജയ് നായകനായ സച്ചിൻ, ചിയാൻ വിക്രം ശങ്കർ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ അന്യൻ എന്നീ ചിത്രങ്ങളിലെ നായികമാർക്ക് ഡബ്ബ് ചെയ്തത് കനിഹയാണ്. ശ്രേയ സരൺ, ജനീലിയ, സദ എന്നിവർക്ക് വേണ്ടിയാണ് കനിഹ ശബ്ദം നൽകിയത്. സിനിമയിൽ നിലവിൽ 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് കനിഹ. പാപ്പൻ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ കനിഹ പ്രത്യക്ഷപ്പെട്ടത്. തമിഴിൽ താരത്തിൻ്റെതായി യാതും ഊരേ യാവരും കേളിർ എന്ന ചിത്രവും എത്തിയിരുന്നു. വെപ്പൺ എന്ന ചിത്രമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.